ജനാധിപത്യത്തിന് ഏറ്റവും വലിയൊരു സൗന്ദര്യം ആ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മോഹൻലാലിനെ പോലുള്ള ഒരു സൂപ്പർ സ്റ്റാർ ആയാലും ആരായാലും എല്ലാവരും ഇലക്ഷന് മുമ്പിൽ തുല്യരാണ് എന്നുള്ള വളരെ അപൂർവമായിട്ട് മാത്രം നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണിത്. അപ്പം നിൽക്കുന്ന VIP-കളോ നിൽക്കുന്ന സാധാരണക്കാരോ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാവരും തുല്യരാണ്. ആർട്ടിക്കിൾ 14 എന്ന് പറയുന്ന ഒരു സാധനത്തിന് ഏറ്റവും വിലയുണ്ട് ഇന്ത്യയിൽ എന്ന് തെളിയിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും വലിയ സൗന്ദര്യമാണ് ഇപ്പോൾ നമ്മൾ പോളിംഗ് ബൂത്തുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന തലത്തിൽ മിക്ക നേതാക്കന്മാരും നേരത്തെ തന്നെ വോട്ട് ചെയ്ത് മടങ്ങാനുള്ള സ്ട്രാറ്റജിയാണെന്ന് തോന്നുന്നു. ആഷ്മി ഉറപ്പായും വേണമെന്നുണ്ടെങ്കിൽ മോഹൻലാലിന് എന്നെ ഒന്ന് വോട്ട് അനുവദിക്കുകയും ചോദിച്ചാൽ വേണമെങ്കിൽ വോട്ട് ചെയ്യാം. പക്ഷെ അത് അറിയാവുന്നവരാണ്, തിരക്കൊക്കെ പറഞ്ഞ് വേണം ചെയ്യാം. പക്ഷെ മോഹൻലാൽ ചെയ്യില്ല എന്നുള്ളതാണ്. അങ്ങനെ ആരും ചെയ്യാറില്ല. എല്ലാവരും ക്യൂവിൽ നിന്ന് വോട്ട് രേഖപ്പെടുന്നത് SK പറഞ്ഞ പോലെ അത് ജനാധിപത്യത്തിൻ്റെ മനോഹരമായ കാഴ്ചകളൊന്നാണ്. പക്ഷേ മുടമുകളിൽ വളരെ പതിയെ മാത്രമാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് തോന്നുന്നു. കാര്യം കഴിഞ്ഞ ഏറ്റവും ചുരുങ്ങിയ 3/4 മണിക്കൂറെങ്കിലുമായി മോഹൻലാൽ ആ ബൂത്തിലുണ്ട്, അതിനും ആ ക്യൂവിലുണ്ട്. മോഹൻലാലിൻ്റെ മുന്നിൽ ആകെ 3-4 പേരെ ഓൾറെഡി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് അത്രയും വൈകൽ ഉണ്ടാകുന്നതെന്ന് നമുക്ക് ഷഫീദിനോട് ചോദിക്കുന്നത്. SK ഷഫീദ് റാവുത്തർ ചെയ്യുന്നു. ഷഫീദ്, മുടവൻമുകളിൽ ഒരു വയ്യപ്പോക്കുണ്ടോ? അശ്മി ഉണ്ട്. അത് പക്ഷേ തുടക്കത്തിൻ്റെ മാത്രമല്ല ഈ ബൂത്തിലേക്ക് ആദ്യം എത്തിയത് കുറച്ച് പ്രായമായ ആളുകളാണ്. അവരുടെ ഒരു സ്ലോനെസ് അക്കാര്യത്തിലുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് മോഹൻലാൽ എത്തിയത് 7 മണിക്കാണ്. ഇപ്പോൾ 7:27 ആകുന്നു. കഴിഞ്ഞ 27 മിനിറ്റായി മോഹൻലാൽ ഈ മുടവൻമുകൾ LP സ്കൂളിലെ 36 നമ്പർ ബൂത്തിൽ ക്യൂ നിൽക്കുകയാണ്. ഏതായാലും അല്പസമയത്തുള്ളിൽ ഇനി അദ്ദേഹത്തിന് മുൻപിൽ കൂടിപ്പോയാൽ 5-6 പേര് മാത്രമാണുള്ളത്. അദ്ദേഹത്തിന് വോട്ട് ചെയ്ത് മടങ്ങാം. ഈ തിരക്ക് വരുന്നതിന് മുൻപ്, അതായത് ഒരു VIP മണ്ഡലം എന്ന് വിശേഷണമുള്ള അല്ലെങ്കിൽ ശക്തമായ ത്രികോണപ്പോര് നടക്കുന്ന രാഷ്ട്രീയമായി ഏറ്റവും വലിയ ആകർഷിക്കുന്ന നിയമമണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട VIP എന്ന ഈ ജനാധിപത്യ പ്രക്രിയ എല്ലാ ജനങ്ങളും VIP-കളാണ്. പക്ഷെ നമുക്കറിയാം അങ്ങനെ ഒരു ഫേസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കാഴ്ച അത് മോഹൻലാൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെ തന്നെ അദ്ദേഹത്തിന് സ്വന്തം നാടായ മുടവൻമുകൾ LP സ്കൂളിലേക്ക് എത്തി വോട്ട് ചെയ്യാൻ എത്തിയത്. അദ്ദേഹത്തെ കാണാൻ നമ്മൾ അല്പസമയം മുൻപ് കണ്ടിരുന്നു. KS ശബരിനാഥനും നേരത്തെ UDF സ്ഥാനാർത്ഥി KS ശബരിനാഥനും അതേപോലെ LDF സ്ഥാനാർത്ഥി V ശിവൻകുട്ടി അടക്കമുള്ള ആളുകൾ എത്തിയിരുന്നു. അതിനുശേഷം അവർ മടങ്ങിയിട്ടുണ്ട്. കാരണം അവർക്ക് മറ്റു പല ബൂത്തുകളിലും സന്ദർശനം നടത്തി വേണം അവർക്ക് അവരുടെ ബൂത്ത് പറഞ്ഞിരിക്കുന്ന സമയത്ത് അവരുടെ ബൂത്തുകളിലെത്തി വോട്ട് ചെയ്യാൻ. ഏതായാലും മോഹൻലാൽ ഇവിടെ ക്യൂ നിൽക്കുകയാണ്. ഇത് ജനാധിപത്യ പ്രക്രിയയിലെ മനോഹരമായ ഒരു കാഴ്ചയാണ്. എല്ലാ ജനങ്ങളും തുല്യരാണ് എന്നുള്ള കാര്യം പറയുന്ന കാഴ്ച കൂടിയാണ് തെരഞ്ഞെടുപ്പ്. വലിയ പ്രാധാന്യം. ഹഷ്മി, മോഹൻലാൽ പുറത്തിറങ്ങിയ ശേഷം നമ്മൾ പ്രതികരണത്തിന് ശ്രമിക്കും. പ്രത്യേകിച്ച് എത്രത്തോളം ആളുകൾക്ക് വോട്ട് ചെയ്യേണ്ടതിന് പ്രസക്തി അടക്കമുള്ള കാര്യങ്ങൾ ഒരു പക്ഷേ മോഹൻലാൽ സംസാരിക്കാൻ സാധ്യതയുണ്ട്. ആ രീതിയിൽ സാധാരണഗതിയിൽ അദ്ദേഹം വോട്ട് ചെയ്ത ശേഷം അങ്ങനെ മാധ്യമങ്ങളോട് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ സംസാരിക്കാറുള്ളതാണ്. അതേസമയം നമുക്കറിയാം ഈ മണ്ഡലത്തിൻ്റെയും മത്സരത്തിൻ്റെയും പ്രത്യേകത നമുക്കറിയാം. രാഷ്ട്രീയമായി ഏറെ വലിയ പ്രാധാന്യമുള്ള അതേസമയം കേരളത്തിൽ തന്നെ നമ്മൾ ഉറ്റുനോക്കുന്ന ഒരു പൊളിറ്റിക്കൽ ക്ലൈമാക്സ് പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ അങ്ങനെ ഒരു മണ്ഡലത്തിൽ തന്നെയാണ് മലയാളത്തിലെ മഹാനടൻ മോഹൻലാലിനും ഒരു VIP വോട്ട് ഉള്ളത് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അല്പസമയത്തുള്ള അദ്ദേഹത്തിന് വോട്ട് ചെയ്യാം. അതിനുശേഷം അദ്ദേഹം പുറത്തിറങ്ങി നമ്മൾ പ്രതികരണം തേടും. നമുക്ക് ഈ മുടവൻമുകൾ ഭാഗം അറിയാം, വലിയ പൊളിറ്റിക്കൽ ചർച്ചകളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. നേരത്തെ തിരുവനന്തപുരത്തിന് മുൻ മേയർ ആര്യ രാജേന്ദ്രൻ്റെ സ്ഥലമാണ്. അങ്ങനെ വളരെ പ്രത്യേകതകളുള്ള ഒരു സ്ഥലമാണ്. 2-3 രാഷ്ട്രീയ പാർട്ടികളും പ്രത്യേകിച്ച് CPM-ഉം അതേപോലെ തന്നെ BJP-യും കോൺഗ്രസും ഒക്കെ ശക്തമായി അവരുടെ ഗ്രൗണ്ടിൽ പണിയെടുക്കുന്ന വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ മുടവൻമുകൾ. ആ മുടവൻമുകളിലാണ് ഇപ്പോൾ നമ്മൾ മോഹൻലാലിനെ, മലയാളത്തിൻ്റെ മഹാനടൻ മോഹൻലാൽ വോട്ട് ചെയ്യാനെത്തുന്ന കാഴ്ച കാണുന്നത്. ആഷ്മി, വടകരയിൽ KK രമ വോട്ട് ചെയ്യാൻ നിൽക്കുന്ന ദൃശ്യമാണ് കാണുന്നത്. മിക്കവാറും എല്ലാ സ്ഥാനാർത്ഥികളും നേരത്തെ തന്നെ അവരുടെ മനസ്സിലുള്ള ആദ്യം നമുക്ക് പറഞ്ഞറിയിക്കിടാമോ എന്ന് കവി ചോദിച്ചോലെ അല്ലേ? പുറത്ത് ചിരിച്ചു കാണിച്ചാലും അകത്ത് ഒരു വലിയ കടലടിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇത്തവണത്തെ പോരാട്ടം ഒരു 1.5 പോരാട്ടമായിരുന്നു, കട്ട പോരാട്ടമായിരുന്നു. പ്രത്യേകിച്ച് വടകരയൊക്കെ നല്ല പോരാട്ടം നല്ല ഫൈറ്റ് നടക്കുന്ന സ്ഥലമാണ്. അപ്പോ നേരത്തെ പോരാടി ഒരു സ്ഥാനാർത്ഥി എന്നോട് പറഞ്ഞത്, ഞാൻ ചോദിച്ചു വെയിൽ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. വെയിലൊന്നും അറിയുന്നില്ല. കാര്യം സൂര്യൻ കത്തി കാണുന്ന ഒരു വഴി കൂടെ പോകും. അത്ര രീതിയിലാണ് ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹത്തിന്റെ മുഖത്തൊക്കെ നല്ല ചിരിയുണ്ട് രാവിലെ തന്നെ. അപ്പൊ എന്തായാലും അദ്ദേഹം വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്ന തിരുവനന്തപുരത്ത് നിന്നുള്ള കാഴ്ചയാണ്. പല സ്ഥലങ്ങളിൽ ഇപ്പോ ധർമ്മടത്ത് ഒരു പോളിംഗ് ബൂത്തിൽ തകരാറുണ്ട്. അത്തോളി ഗവൺമെന്റ് മാപ്പിള സ്കൂളിൽ പോളിംഗ് ബൂത്തിൽ തകരാറ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.